ശ്രീ എം.എൻ. കാരശ്ശേരി, ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു കൊടിയുണ്ടോ, ഒരു ചിഹ്നമുണ്ടോ, ഒരു പ്രകടന പത്രികയുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ജനാധിപത്യ ഐക്യനിരയെ ഇവരാരും അതുകൊണ്ട് സാധുവല്ല എന്ന് പറയുന്നുമില്ലല്ലോ. ഇനി ഇപ്പോൾ കേന്ദ്രവിരുദ്ധ സമരത്തിൽ ശരിക്കും കേരളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ശക്തമായിട്ടുള്ള ഈ ഇരുമുന്നണി സംവിധാനത്തിൽ അതിൻ്റെ പോലും അതിരുകൾ മായ്ച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് നിരന്തരം പ്രതിപക്ഷത്തെ ഉപദേശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ ഇവിടെയുള്ളത്, പാർട്ടി സെക്രട്ടറി അല്ലേ ഇവിടെയുള്ളത്. ചില കാര്യങ്ങളിൽ ലീഗ് കോൺഗ്രസിനെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുമായി സൗഹാർദ്ദത്തിലും ഐക്യത്തിലും പോകണം ചില നിലപാടുകളിൽ എന്ന് പറയുന്നവരല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ലാഞ്ചന കണ്ടാൽ അത് ആ രൂപത്തിൽ വിശദീകരിക്കുന്നവരല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് BJP-യേക്കാൾ ആവേശത്തോടെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടിയില്ലായ്മ ഒരു പ്രചാരണായുധമായി MV ഗോവിന്ദൻ എടുത്തിടുന്നത്? അതാരെ സഹായിക്കുന്നതാണ്? വേണു, ആ കൊടി എടുക്കാത്തത് ഇന്ത്യ മുന്നണിക്ക് കൊടിയില്ല. എന്താ കാരണം? അത് പണ്ട് 1977 പാർട്ടികൾ ലയിച്ച് ജനതാ പാർട്ടി ഉണ്ടായ മാതിരി ഒരു സംഗതിയല്ല ഇന്ത്യ മുന്നണി. അത് 28 കക്ഷികൾ ഒരുമിച്ച് ചേരുന്നതേ ഉള്ളൂ. അവർക്ക് പ്രത്യേകം പേരുകളും കൊടികളുണ്ട്. അവർ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നു. പ്രതിപക്ഷ ഒരു മുന്നണി എത്രയുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരവേലയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ഉപയോഗിച്ച മുസ്ലിം ലീഗിൻ്റെ കൊടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് കള്ളപ്രചാരവേല കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ആ കൊടി എടുക്കാതിരിക്കണം എന്നൊരു നിലപാട് UDF എടുത്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആളുകൾ കളവ് പറയും എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ നിലപാട് മാറ്റാറില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇപ്പോൾ ഏപ്രിൽ 26 വരെ എന്തായാലും അവർക്ക് എടുത്തേ പറ്റുള്ളൂ. അത് ഒരു വീഡിയോ പിടിച്ചാൽ അത് എവിടെയും കൊണ്ട് എന്തും പറയാം. കാരണം പാകിസ്ഥാൻ്റെ കൊടി ഇങ്ങനെയല്ല. അതിൻ്റെ 1/3 ഭാഗം ഇടത്തെ ഭാഗത്ത് വെള്ളയാണ്. ലീഗിൻ്റെ കൊടി അങ്ങനെയല്ല. അതിരിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും LDF-ലും വലിയ ഒരു ആഭ്യന്തര വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നതിൽ CPM ഉണ്ട്. അതിപ്പോൾ കേരളത്തിന് പുറത്ത് എവിടെയും CPM ഉണ്ട്. കേരളത്തിലാണെങ്കിൽ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരം നിലനിർത്തുക. അപ്പോൾ അവർക്ക് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് കേരളത്തിൽ നശിച്ചു കാണണമെന്നാണ് അവരുടെ താല്പര്യം. അപ്പോൾ UDF-നെ ദുർബലമാക്കുക എന്നുള്ളതാണ് കേരളത്തിൽ അവരുടെ രാഷ്ട്രീയം. കേരളത്തിന് പുറത്ത് വേറെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് വയനാട്ടിൽ മത്സരിക്കുകയാണ് ആനി രാജ. അവർ CPI-യുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ CPI മറ്റെല്ലായിടത്തും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ യാദൃശ്യമായിട്ട് അങ്ങനെയാണ് വന്നത്. അവർ ഓഹരി വെച്ചപ്പോൾ വയനാട് മണ്ഡലം CPI-ക്കാണ് വന്നത്. അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പലതരത്തിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും അതിൻ്റെ ഗതികേടുകളും കാണിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോവിന്ദൻ മാസ്റ്റർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ അധികാരം നിലനിർത്തുക എന്നുള്ളതാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനെ വിമർശിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ SDPI-യുടെ പിന്തുണ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് 2006 ഉണ്ടായ സംഘടനയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 SDPI ഉണ്ടാകുന്നത്. അതിൻ്റെ രാഷ്ട്രീയ മുഖം എന്നുകൊണ്ട് SDPI വന്ന് SDPI നിരോധിക്കപ്പെട്ട സംഘടനയല്ല. പക്ഷെ തീർച്ചയായിട്ടും അതൊരു തീവ്രവാദ സംഘടനയാണ്. അവർ അനവധി ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായ ആളുകൾ അവരുടെ പാർട്ടിക്കാരാണ്. അവർ സിമി എന്ന് പറയുമ്പോഴും NDF എന്ന് പറയുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴും SDPI എന്ന് പറയുമ്പോഴൊക്കെ ആളുകൾ ഒന്ന് തന്നെയാണ്, നിലപാട് ഒന്ന് തന്നെയാണ്. അത് മതരാഷ്ട്രവാദത്തെ BJP-യുടെ ഹിന്ദുരാഷ്ട്രവാദത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ നാവ് കൊണ്ട്
മറ്റവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ എതിർക്കേണ്ടതാണ്. അപ്പം മതരാഷ്ട്രവാദം, ജനാധിപത്യം, മതേതരത്വം, ദേശീയത തുടങ്ങി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമായ മൂല്യങ്ങൾ അംഗീകരിക്കാത്ത കൂട്ടരാണ് RSSകാരും SDPIക്കാരും ഒക്കെ. അപ്പോൾ RSSനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതേ ആവേശത്തോടുകൂടി SDPIയും എതിർക്കണം. ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം, അതിനുള്ള ധാർമ്മികത കോൺഗ്രസ് കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് BJPയും കാരശ്ശേരി മാഷെ, അങ്ങ് ആദ്യം പറഞ്ഞു വന്നു ഈ കൊടി ഉയർത്താതെ ഇരിക്കുന്നത് ശരിയായൊരു നിലപാടല്ല എന്ന്. മാഷോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവരാദ്യം ഒരു സൂത്രം എന്ന രൂപത്തിൽ പ്രയോഗിച്ചത് എന്താണ്? ഈ പ്രാണപ്രതിഷ്ഠയാണ്. അതിൽ കയറി കോൺഗ്രസ് കൊത്തിയില്ല, അതിൽ കയറി ലീഗ് കൊത്തിയില്ല. അപ്പോൾ അതിൻ്റെ പണം താഴ്ന്നു. അപ്പോൾ അടുത്ത രൂപത്തിൽ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന സൂത്രം പുറത്തെടുക്കുന്നു, CAAയുടെ ചട്ടങ്ങൾ. അതിലും വിവേകപൂർവ്വം കോൺഗ്രസും ലീഗും കയറി കൊത്താതെ ഇരിക്കുന്നു അല്ലേ? ഇപ്പോൾ ആകപ്പിന്നെ നിവൃത്തി കെട്ടപ്പോൾ ഒരു SDPI ബന്ധമാണ് അമിത്ഷാ ഉൾപ്പെടെ ആവേശത്തോടെ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ഇത്തരം വിവേകപൂർണവും തന്ത്രപരവുമായ സമീപനങ്ങൾ ഫലം കാണുന്നു എന്നല്ലേ കാണേണ്ടത്? അതുകൊണ്ട് ഈ കൊടി താഴ്ത്തിയത് വഴി എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനത് മനസ്സിലാകാതെ ഒന്നും പോകില്ല. വിവേകശൂന്യമായി വൈകാരികമായി പ്രതികരിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അവിടെ അത് തിരിച്ചടിയായിക്കൂടാ. കാരണം അന്ന് ഇത് പാകിസ്ഥാനാണോ ഇന്ത്യയാണോ എന്ന് ഈ അമിത്ഷാ അത്ഭുതം കൂറിയപ്പോൾ അമേഠി നഷ്ടപ്പെട്ടു. അത് അമിത്ഷാ അവിടെ വോട്ടറായിരിക്കുന്നത് കൊണ്ടല്ലല്ലോ. ആ വോട്ടർമാരുടെ മനസ്സിനെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുക എന്ന BJPയുടെ ശേഷിയുടെ വിജയം കൂടിയായിരുന്നു അത്. അതിന് വകവെച്ച് കൊടുക്കണോ, അതിനിട നൽകേണ്ടതുണ്ടോ എന്നൊരു വലിയ ചോദ്യം വയനാടിനും കേരളത്തിനും പുറത്ത് ഉത്തരവാദിത്വത്തോടെ കോൺഗ്രസും ലീഗും കാണുന്നുവെങ്കിൽ അതെങ്ങനെയാണ് ഒരു കീഴടങ്ങലാകുക? അല്ല വേണു, റായ്ബറേലിയിലും അമേത്തിയിലും ഒക്കെ കോൺഗ്രസ് പണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ റായ്ബറേലി ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് രാജ്നാരായണനോട്. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ കൊടിയുടെ ത്രിവർണ്ണ പതാകയുടെ കൂടെ മുസ്ലിം ലീഗിന്റെ കൊടി വയനാട്ടിൽ മാത്രമല്ല ഈ 20 മണ്ഡലങ്ങളിലും ഉയർത്തേണ്ടതെന്നാണോ തീരുമാനം? അതാണോ നിലപാട്? അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരം വ്യാജ പ്രചരണങ്ങളെ എങ്ങനെയാണ് നേരിടുക? അവനവൻ്റെ കൊടി ഒളിപ്പിച്ച് വെച്ചിട്ടാണോ നേരിടുക? എനിക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ വേണു ഈ ചർച്ചയിൽ 1-2 വട്ടം ആവർത്തിച്ച വാക്കാണ് തന്ത്രം എന്നുള്ളത്. തന്ത്രം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടേ വേണു പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ ആശയം, നമ്മുടെ ആദർശം, നമ്മുടെ നിലപാട്, നമ്മുടെ ധാർമ്മികത തുടങ്ങിയുള്ള കാര്യങ്ങൾ മൂടി വച്ചിട്ട് തൽക്കാലത്തെ ജയത്തിന് വേണ്ടി 10 വോട്ടിന് വേണ്ടി നമുക്കൊരു നിലപാടാവാം, അല്ലെങ്കിൽ നമുക്കൊരു മൗനമാവാം എന്ന കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ ശക്തനായ ശത്രുവിന്റെ രീതികൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സത്യസന്ധതയും ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ കച്ചത്തീവ് അങ്ങേക്കറിയുന്നതാണ്. ഈ പറയുന്ന സുഷമാ സ്വരാജ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ BJPയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ വിഷയം. ഇന്ത്യ അത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ 10 കൊല്ലം ഈ മാന്യദേഹം പ്രധാനമന്ത്രിയായി ഭരിക്കുമ്പോൾ VK സിംഗ് വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കുമ്പോൾ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതങ്ങനെ പിടിച്ചെടുത്തതല്ല അല്ലേ, ഒരു ധാരണയുടെ, ഒരു ഉടമ്പടിയുടെ ഭാഗമായി ഉള്ളതാണ് എന്നാണ്. ജയശങ്കർ പിന്നീട് ഇതേ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് എന്നതും സുവ്യക്തമാണ്. അപ്പോൾ 10 കൊല്ലമില്ലാത്തൊരു കാര്യം അണ്ണാമലയെ ഒരു RTI കൊടുത്തപ്പോഴാണോ ഒരു മഹൽ സംഭവമായി നരേന്ദ്രമോദി മനസ്സിലാക്കുന്നത്? അപ്പോഴാണോ ഇത് വീണ്ടെടുക്കേണ്ടതാണ് എന്ന വിവേകം ഉദിക്കുന്നത്? അതുവരെ ഇത് കോൺഗ്രസ് അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞതാണ് ഏകപക്ഷീയമായി ഇന്ത്യയുടെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് എന്ന വ്യാഖ്യാനമാണ് ഒരു പ്രധാനമന്ത്രി തന്നെ നടത്തുന്നത്. ഇങ്ങനെ പച്ചയായ നുണപ്രചാരണത്തിൽ ഇങ്ങനെ വൈദഗ്ധ്യം കാട്ടുന്ന ഒരു വിഭാഗം ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകളുടെ പണത്തിൻ്റെ ഹുങ്കും കൂടെ ചേർന്നുകൊണ്ട് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വേണു, ഇപ്പൊ കച്ചിത്തീവിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു വളരെ ശരിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ പൊടിതട്ടിയെടുത്തത് ഇലക്ഷന്റെ പേരിലാണ്. അതെ, അതായത് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കെജ്രിവാൾ അടക്കമുള്ള ആളുകളുടെ നേരെ ഈ അറസ്റ്റ് തുടങ്ങിയുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ജയിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും ഒന്ന് സത്യം വേണ്ടേ? BJPക്ക് സത്യമില്ല, BJPക്ക് ധാർമ്മികതയില്ല,
BJPക്ക് രാഷ്ട്രീയ സദാചാരമില്ല എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരിക്കലും ഇനി ഈ 20 മണ്ഡലങ്ങളിലും കൊടി പുറത്തെടുക്കാതിരിക്കൂ. ഇതിപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അഖിലേന്ത്യാ ശ്രദ്ധ അതിന് കിട്ടും. അവിടെ SDP വോട്ട് മേടിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ കൊടിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേരളത്തിനകത്തും പുറത്തും UDF-നെ പറ്റി ഒരു വലിയ പ്രതീതിഭംഗം ഉണ്ടാക്കുകയും പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. അതിപ്പോൾ വയനാട് മണ്ഡലത്തിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യത്തെ 2014 അവർക്ക് കിട്ടിയത് 14,000 ചില്ലാനും വോട്ടാണ്. 19 കിട്ടിയത് 8,000 വോട്ട് കുറഞ്ഞ 6,000-ഓളം വോട്ടാണ്. ആദ്യത്തെ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് അവിടെ വോട്ട് ഷെയർ 50% ഉണ്ടായിരുന്നു. പിന്നെ 40% ചുരുങ്ങി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ 65% വോട്ട് ഷെയർ ഉണ്ട് കോൺഗ്രസ്സിന് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ EK സമസ്തയുടെ ഭീഷണി ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് SDP പിന്തുണ ഉപയോഗിക്കാമെന്ന് മുസ്ലിം ലീഗോ കോൺഗ്രസോ കരുതുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും SDP രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, അവരുടെ രീതിശാസ്ത്രം മുഴുവൻ ജനാധിപത്യത്തിനും അഹിംസയ്ക്കും സത്യത്തിനും നിരക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ധാർമ്മികത കാണിക്കുന്നതാണ് അവർക്ക് ഇലക്ഷന് നല്ലത്. ശരി.